ഹലോ ഗൈസ്, എല്ലാവർക്കും അമ്പാടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ കുറേ മാസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാതെ മടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കിടിലൻ കണ്ടെത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഒരു ഗപ്പി ഫാം, കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു ഗപ്പി ഫാം തുടങ്ങാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ടിപ്പും എല്ലാം പറഞ്ഞു തരാം. അതിനു മുമ്പേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക. അപ്പം നേരെ ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ആദ്യം ഒരു അത്യാവശ്യം വെള്ളമൊക്കെ നിൽക്കുന്ന ഒരു ബേസൺ, നിങ്ങൾക്ക് ബേസൺ വാങ്ങിക്കാം. ഇത് ഏകദേശം ഒരു 100-150 റേഞ്ച് വരുന്നൊരു നെയ്യുടെയൊക്കെ ബക്കറ്റാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചായിരുന്നു ഹോൾസെയിൽ കടയിലായതുകൊണ്ട് നമുക്കൊരു 90 രൂപ 60 രൂപ ആ റേഞ്ചിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണം എടുക്കാം ഗൈസ്. അതിനുശേഷം നമുക്ക് അത്യാവശ്യം ഇതിൽ വെള്ളം നിറച്ച് കൊടുക്കണം ഗൈസ്. ഇതിന് വെള്ളം നിറച്ച് കൊടുക്കണം. നമ്മൾ ഫുൾ നിറയ്ക്കാൻ പാടില്ല, ഒരു ഹാഫ് വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഓഫ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു നാച്ചുറൽ ഒരു ഇതാണ് ഇഷ്ടം, അറ്റ്മോസ്ഫിയർ. അതിനായിട്ട് നമുക്ക് ആണെങ്കിൽ വാട്ടർ പ്ലാന്റ്സ്, മറ്റേ മുട്ടപ്പായല്, ഫോക്സ് ടെയില്, ആഫ്രിക്കൻ അങ്ങനത്തെ പായലുകൾ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് മീൻ വാങ്ങുമ്പോൾ നമുക്ക് 2 ദിവസം മുമ്പേ വേണം നിങ്ങൾ വെള്ളം നിറച്ചിട്ട് വേണം മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ. എന്നിട്ട് നമ്മൾ ആ വാട്ടറിൻ്റെ പിഎച്ചും എല്ലാം സെറ്റ് ചെയ്യാൻ നമുക്കൊരു കഴിഞ്ഞ വാഴ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വാഴയില പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ല കഴുകി നമുക്ക് എടുക്കാം ഗൈസ്. വാഴയില കഴുകിട്ട് നമ്മുടെ ഏത് ടാങ്കിലാണോ മീനിന് ആ ടാങ്കിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വാട്ടർ പ്ലാന്റ്സ് നിങ്ങളുണ്ടെങ്കിൽ അതിടുക. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക്. ഞാൻ എൻ്റെ വാട്ടർ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന ടാങ്കിൽ നിന്ന് നമുക്ക് വാട്ടർ പ്ലാന്റ് എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ഗ്രോ ചെയ്യുന്ന വാട്ടർ പ്ലാന്റ്. എൻ്റെ ഈ ടാങ്കിലാണ് കിടക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു വാട്ടർ പ്ലാന്റ് നോക്കി നമുക്ക് ഒരു 2-3 കളക്ട് ചെയ്തെടുക്കാം ഗൈസ്. ഒരു വാട്ടർ പ്ലാന്റ് ഇല്ലാത്തവർ എന്താണ് സാൻഡൊക്കെ ഉണ്ടല്ലോ, അത് കഴുകിയിട്ട് കൊടുത്താൽ നമ്മളിപ്പോൾ 3 വാട്ടർ പ്ലാന്റാണ് ഇതായിട്ട് ഇതിട്ട് കൊടുക്കാം ഗൈസ്. ഇനി നമ്മുടെ ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടുത്തെ ഫാമിൽ വളർത്തുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ ഫിഷ് ഡയറക്റ്റായിട്ട് നമ്മുടെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കരുത്. ഇതിൻ്റെ ടെമ്പറേച്ചറും pH ഒക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കണം. കവറ് വെള്ളത്തിൽ മുക്കി വച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഫിഷിനെ നമുക്ക് പതുക്കെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫിഷിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ വേണമെങ്കിൽ ബ്രീഡ് ചെയ്യാൻ ഇത് നല്ല ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രീഡ് ചെയ്യണമെങ്കിൽ 2 മീനായിട്ട് 2 മെയിലും ഒരു ഫീമെയിലും ആയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് ബ്രീഡ് ചെയ്തെടുക്കാം. അതുപോലെ മീനിന് ആവശ്യമുള്ളവർ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ കൊറിയറായിട്ട് അയച്ചു തരും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.